ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമുക്കൊരു വാട്ടർ പെയിൻറ്റിങ് ചെയ്താലോ? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഫോറസ്റ്റിൻ്റെ സീനറിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത കളേഴ്സ് ക്യാമലിൻ ബ്ലൂ, ബേൺ സിയന, പിന്നെ ഐവറി ബ്ലാക്ക്. ഇതിലത്തെ ക്യാമലിൻ ബ്ലൂവും ബേൺ സിയനയും കൂടിയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു ഗ്രേഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നോക്കാം. വാട്ടർ കളർ പേപ്പേഴ്സ് വേണം. അത് ഏതായാലും കുഴപ്പമില്ല. 300 GSMൻ്റെ കോൾഡ് പ്രസ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബ്രഷ് പെന്നാണ്. ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വാട്ടർ കളേഴ്സ് ക്യാമലിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കൊരു തിക്കായിട്ടുള്ള ബ്രഷ് വേണം വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പേപ്പർ എടുത്തിട്ട് ടേപ്പ് ചെയ്ത് വെക്കുക നല്ലോണം 4 കോർണേഴ്സും. എന്നിട്ട് വാഷ് ചെയ്യുക. ഈ തിക്കായിട്ടുള്ള ബ്രഷ് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. അതായത് പെയിൻറ്റ് ചെയ്യുന്ന പോലെ മേലെ കൂടെ അടിക്കുക. ഇനി പെയിൻറ്റ് എടുക്കുക. അതിൽ ക്യാമലിൻ ബ്ലൂവും ബേൺ സിയണയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റീസിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രേ ഷെയ്ഡ് കിട്ടും. ഇതുപോലെ ഒരു ഗ്രേ ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ആയതുകൊണ്ട് കുറച്ച് നല്ല ബ്ലണ്ടായിട്ടായിരിക്കും ഇതിനിങ്ങനെ സ്പ്രെഡ് ആവുക. കോർണേഴ്സൊന്നും നമുക്കിങ്ങനെ കൃത്യമായിട്ട് കിട്ടില്ല. ആക്ച്വലി നമുക്കതാണ് വേണ്ടത്. അപ്പം നമ്മൾ അകലെയുള്ളതാണ് ആദ്യം വരയ്ക്കുന്നത്. അകലെ നിൽക്കുന്ന മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ട്രീസിനെയാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് അധികം കളർ ഉണ്ടാവില്ല, അത് കാണാനും പറ്റില്ല. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. നമ്മൾ റെഫറൻസ് ഇമേജിൽ നോക്കുക എങ്ങനെയാണ് കിടക്കണമെന്ന്. പിന്നെ ഇതിന് അധികം ഡീറ്റെയിലിങ്സ് ആവശ്യമില്ല, ബിക്കോസ് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെയുള്ള ട്രീസ് കുറച്ചുകൂടി ചെറുതായിരിക്കും. നമ്മൾ അടുത്ത് വരുന്തോറും ട്രീസിൻ്റെ വലിപ്പം കൂടും. ഓക്കെ, അപ്പോൾ അതുപോലെ വേണം ഇതിൻ്റെ ഈ ഒരു മിസ്റ്റി എഫക്റ്റ് നമുക്ക് ആദ്യം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വലിയ ട്രീസ് ആയിരിക്കും നമ്മൾ അടുത്തേക്കുള്ള ട്രീസിനെ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ ആദ്യം ഒരു ലെയർ ട്രീസിനെ വരച്ചെടുക്കുക. ഇത് ബേസിക്കലി കുറേ ലെയറിങ് ആണ്. അപ്പോൾ നമ്മൾ കളറിനെ ഡാർക്കാക്കി കൊണ്ടുവരിക ചെയ്യുക. ബേസിക്കലി ആദ്യം തന്നെ നമ്മൾ എടുക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം വാട്ടർ എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ അത് ഡൈല്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഡൈല്യൂട്ടഡ് ആണെങ്കിൽ നമ്മുടെ പെയിൻറ്റ് അത്രയും കുറവായിരിക്കും പേപ്പറിൽ വരിക. ഇടയ്ക്ക് ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ബ്രാഞ്ച് പോലെയൊക്കെ കാണിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു ബ്ലണ്ടായിട്ടുള്ള ഇങ്ങനെ ബ്ലറി ആയിട്ടുള്ള ഒരു രീതിയിൽ കിട്ടും. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്ത് ഉണങ്ങണം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് ഇതിന് മേലെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. സോ നമ്മുടെ ആദ്യം നിൽക്കുന്ന ട്രീസിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പറിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗത്ത് ഇങ്ങനെ ഡാർക്കായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ കുറച്ച് ഷാഡോ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഇങ്ങനെ ഓരോ ലെയറും ഉണങ്ങുമ്പോൾ നമ്മൾ മേലെക്കൂടെ ഒന്നുകൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കൊണ്ട് വീണ്ടും അത് ചെയ്യുന്നത്. പിന്നെ ബ്രാഞ്ചിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രൈ ബ്രഷ് എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളം ബ്രഷ് ഒപ്പിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ച് കൂട്ടാം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വീണ്ടും ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ലെയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ. ഫൈനലി നമ്മൾ ബ്ലാക്ക് കൊണ്ടായിരിക്കും അടുത്തുള്ള ട്രീസൊക്കെ ബ്ലാക്ക് കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ബ്ലൂ കൂട്ടിയിട്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു ടോൺ കൊടുത്തേക്കുന്നത്. അത് രാവിലെ ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് ഒപ്പിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ലെയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിലിങ്ങിന് ഓർക്കണം, നമ്മുടെ പേപ്പർ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. അതിൽ വെള്ളം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ബ്ലറി ആയിട്ടുള്ള രീതിയിൽ പേപ്പറിലേക്ക് ഇങ്ങനെ ബ്ലീഡ് ആവും. അപ്പോൾ ഇതിന് ഡീറ്റെയിലിങ്ങിനായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് എടുക്കുന്നത്. അതിൽ ചെറുതായിട്ട് ബ്ലൂവോ അല്ലെങ്കിൽ ഗ്രീനോ മിക്സ് ചെയ്യാം. ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന കളറിൽ തന്നെ കൂടുതൽ ബ്ലാക്ക് ഇട്ടിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ല ഫൈനായിട്ടുള്ള ഡീറ്റെയിലിംഗാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നമുക്ക് ഓരോ ഇലയും പറ്റുന്ന രീതിയിൽ ഓരോ ഇലയൊക്കെ കാണിക്കുക.
പിന്നെ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ടോപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മാഞ്ഞു പോകുന്ന പോലെ വേണം വരാൻ. അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. പക്ഷേ ഫ്രണ്ടിലത്തെ ട്രീസ്, അതായത് വിസിബിൾ ആയിട്ടുള്ള ട്രീസിനെ നമുക്ക് ഫുള്ള് ബ്ലാക്കായിട്ട് വേണം ആക്കാൻ. അതായത് നമ്മുടെ പേപ്പറിൻ്റെ ബോട്ടം ഭാഗം എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. മേലെ കാണുന്ന ആ ചെറിയ ചെറിയ ട്രീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടോപ്സ് മാത്രമായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ടോപ്പ് ഭാഗം മാത്രമായിരിക്കും. അപ്പോൾ അത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ലെയറിങ് ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സീനറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വാട്ടർ കളർ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇനിയും ഇതുപോലെ കുറേ ട്യൂട്ടോറിയൽസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.